നഞ്ചമ്മയ്ക്ക് ലീലാമ്മയോട് എന്തോ ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞില്ലേ? അതെന്തായിരുന്നു? ചോദിച്ചോളൂ. എന്തോ ഒരു ചോദ്യം പറഞ്ഞായിരുന്നു എന്നോട് ഒരിക്കലേ, രജനീകാന്തിന്റെ കാര്യം, രജനി സാറിന്റെ കൂടെ അഭിനയിച്ചതിനെ കുറിച്ചിട്ട്. അല്ല പോയി അഭിനയിച്ചതിനെ കുറിച്ചിട്ടല്ലേ. പിന്നെ അടിപൊളിയായിട്ട് അഭിനയിച്ചു. നല്ല സ്വഭാവമാണ്. ഞങ്ങളെ വിളിക്കോ? പിന്നെന്ത്, നമുക്ക് ഇനി ഒരുമിച്ച് പോയി എന്നെ വിളിക്കോ? നമുക്ക് ഇനിയും തമിഴിലും മലയാളത്തിലും എല്ലാം ഒരുമിച്ചൊക്കെ അഭിനയിക്കണം. രജനി ഫാനാണോ നഞ്ചമ്മ? രജനി ഫാനാണല്ലേ? അതല്ലേ, അപ്പൊ ഞാനല്ല വിളിക്കേണ്ടത്. അട്ടപ്പാടിയിലല്ലേ ഇരിക്കണം, അത് എനിക്കൊപ്പ അറിയണ്ടേ. നിങ്ങൾ വിളിക്കണം. അല്ല, ഞാനെങ്ങനെ വിളിക്കാം? അവരല്ലേ വിളിക്കേണ്ടത്. നിങ്ങളല്ലേ വിളിച്ചു കൊണ്ടുപോകണം. ഇപ്പൊ എല്ലാവർക്കും അറിയാം, അവര് വിളിച്ചോളും അല്ലേ? വിളിക്കട്ടെ സഞ്ജീവൻ എല്ലാവർക്കും അറിയാം. രജനി സാറിന്റെ കൂടെ അഭിനയിക്കാൻ നല്ല സുഖമാണ്. അവര് എല്ലാ ഇതും നല്ലപോലെ നിൽക്കും. എനിക്ക് തന്നെ ഒരു അവാർഡ് പോലെയുള്ള അവാർഡ് തന്നെ പറയണം. അവരുടെയൊക്കെ സംസാരം അതുപോലെയായിരുന്നു. ഞാൻ അണ്ണാത്തേക്ക് ചെന്നപ്പോൾ, ഞാൻ രജനി സാറിൻ്റെ പാട്ടിയായിട്ട് അഭിനയിച്ചു അണ്ണാത്തെ. അതിന് ചെന്നപ്പോൾ എന്നോട് പറഞ്ഞ്, അമ്മ ഞാൻ മരുന്ന് പാത്തേ, നീ നല്ല ആർട്ടിസ്റ്റ്, ടാലന്റ് ആർട്ടിസ്റ്റ്, കൈകൊടെന്ന് പറഞ്ഞ്. ഇതിൽ കൂടുതൽ എന്ത് വേണം? എനിക്ക് നാഷണൽ അവാർഡ് കിടച്ചതുപോലെ. അതുപോലെ തന്നെ വിജയുടെ പടത്താണ് ആദ്യം ചെയ്തത്. വിജയുടെ പടം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവർ വിളിച്ചത്. വിജയുടെ പടത്തിന് ചെന്നപ്പം ഫസ്റ്റ് ദിവസം അല്ല, ഇപ്പൊ അണ്ണാത്ത അത് പറഞ്ഞേനെ. അയ്യോ, അത് പറഞ്ഞിട്ട് അതാണ് ഏറ്റവും വലിയ രസം. എന്നോട് പറയും ഇവിടെ ഇരിക്കാൻ പറയും. അപ്പൊ ഞാൻ ഒരു അല്ല സാർ, വാങ്ങ ഒക്കാറെന്ന് പറയും. അപ്പോൾ പേരത്തെ ഒക്കാറെന്ന് പറയും. അപ്പോൾ ഇരുന്നിട്ട് പറഞ്ഞേ. അപ്പോൾ ഒരു ദിവസം ഞാൻ പറഞ്ഞു, മൂന്നാം ദിവസമൊക്കെ ആയപ്പോൾ നല്ല ഇതാന്ന് മനസ്സിലായപ്പോൾ ഞാൻ പറഞ്ഞു, സാർ கூட நான் முன்னாடி நடிச்சிருக்கு எந்த படம்? ஆனால் முத்து அதில் என்ன கேரக்டர்? சரி, நான் தான் என் அண்ணன் அங்கே குண்டா, அவர் தான் உங்களை ஆளு மேலே கட்டி போட்டு வைக்கிறது, என் பொண்ணுக்கிட்ட தான் கிஸ்ஸு கேட்கறது. அது நீங்களா? ஆமாம் சார். அப்போ உங்களுக்கு எத்தனை வயசாச்சு? അത് ശരി, വയസ്സ് പറഞ്ഞു. നല്ല ഇതാണ്. അതുപോലെ വിജയ് പടം കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ എന്നെ ആരും മാസ്റ്റർ, അപ്പൊ എന്നെ ആരും അറിയില്ലല്ലോ വിചാരിച്ചാൽ വലിയ ധൈര്യമായിട്ട് ഇങ്ങനെ ചെത്തിപ്പൊളിച്ചോടെ വെക്കുമ്പോൾ ആൾക്കാർ മരുതുപാട്ടി പറഞ്ഞ് ഫോട്ടോ എടുക്കാൻ വന്ന്. അതിൻ്റെ ഇടയ്ക്ക് വിജയ് വന്നു, അമ്മ ഞാൻ മരുത് പാത്തേ, നീ ടാലന്റ് ആർട്ടിസ്റ്റ്, നല്ല പണിയിരിക്ക്. ഓക്കെ സാർ, എനിക്കൊരു നാഷണൽ അവാർഡ് കിടച്ച. അങ്ങനെ എല്ലാവരും ഓരോ നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അല്ല, ചെന്നൈയിൽ നിന്ന് ഒരുപാട്, ചെന്നൈയിൽ നിന്ന് അത് നാഷണൽ അവാർഡ് മാത്രമല്ല, നാച്ചിയാർക്ക് പോയിട്ട് ബാലേ സാർ തന്നതാണ് ഈ മോതിരം ഗിഫ്റ്റ്. ബാലേ സാർ നാച്ചിയാർ, അത് ജ്യോതിക ജി.വി. പ്രകാശ്, അതിൽ ജി.വി. പ്രകാശിന്റെ പാട്ടിയിട്ട് അതിന് സാറ് തന്നതാണ് ബാലേ സാറ്. ഇപ്പോൾ തമിഴ്നാട്ടിന്റെ അമ്മയായി മാറി. അതല്ല, ഒക്കെ ഇതിലുള്ള ഒരു ഇത് ഇപ്പം ശിവ ഒരു ഡയറക്ടറും എസ്.ജെ. സൂര്യ. അപ്പോൾ ഞാൻ ഒരു വെബ് സീരീസ് ചെയ്തു. അതിൽ SI ആയിട്ടാണ് പുള്ളി. ഡയറക്ടറും ആർട്ടിസ്റ്റും ഒക്കെയാണ്. എല്ലാവർക്കും നല്ല എന്താണ്. ഇപ്പോൾ കഴിഞ്ഞ ആളെ SI ആണ്. ഞാൻ എന്നോടൊക്കെ ചോദ്യം ചെയ്യാനൊക്കെ ഞാൻ ചുരുക്കി പറയുകയാണ്, സമയം പോയി. അപ്പോൾ പുള്ളി പോവുകയാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞു, പുള്ളിയുടെ ഒരു അസോസിയേറ്റ് അസിസ്റ്റൻ്റ് എങ്ങാനാണ് ഇത് ചെയ്തത്, ഈ വെബ് സീരീസ് ഡയറക്ഷൻ ചെയ്തത്. അപ്പോൾ പുള്ളിനെ കേക്ക് മുറിച്ചിട്ട് പറഞ്ഞയക്കണമെന്ന് പറഞ്ഞ്. അപ്പോൾ എല്ലാവരും പറഞ്ഞു, കേക്ക് മുറിച്ച് പുള്ളിയുടെ തീർന്നപ്പോൾ. അപ്പോൾ സമയമില്ലായിരുന്നു. അല്ല, ഞാൻ പോവാന്ന് പറഞ്ഞു. പോയിട്ട് കുറച്ച് കഴിഞ്ഞ് തിരിച്ചിങ്ങോട്ട് വന്നിട്ട് അമ്മ വാങ്ങ്. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താ വെച്ചാൽ, എന്നാലേ കേക്ക് മുറിക്കേണ്ട വന്നതായിരിക്കും എന്ന്. അപ്പോൾ കേക്കൊന്നും വന്നിട്ടില്ല. എന്നെ വിളിച്ചിട്ട് ഞാൻ സെറ്റിട്ടിരിക്കുക റൂം. അതിനെ കൊണ്ട് 10,000 രൂപ അടിപൊളി പിടക്കിനെ നോട്ട് പറഞ്ഞിട്ടേ ഉള്ളൂ അന്നാ കണ്ടത്. ശരി, അമ്മ നീ നല്ല ആർട്ടിസ്റ്റ്. ഇതൊക്കെ നമുക്ക് അവാർഡ് കിട്ടുന്നേക്കാളും വലിയ കാര്യങ്ങളല്ലേ തമിഴ്നാട്ടിൽ. നേഷനേക്കാളും വലിയ അവാർഡ് ഉണ്ടെങ്കിൽ അതാണ് ആ അവാർഡൊക്കെ.